ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ചൂടിൻ്റെ ഒരു പ്രശ്നം ഒഴിച്ചാൽ വേറെ അസ്വസ്ഥതകളൊന്നുമില്ല. ഇപ്പോൾ നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയൊരു ഡിഷാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ വറുത്ത് കോരണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ വെള്ളം പോലെ വരും, കാരണം ഉരുളക്കിഴങ്ങിന് പൊതുവേ ഒരു വെള്ളപ്പറ്റുണ്ടാവും. പിന്നെ ഉപ്പും കൂടി ആകുമ്പോൾ അതങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ വറുത്ത് കോരുന്നുണ്ട്. നമുക്കിത് വറുത്ത് എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇത് വേഗം തന്നെ, കുറച്ച് വലിയ പാത്രമാണെങ്കിൽ ഒറ്റയൊരു ട്രിപ്പിനാവും. എനിക്ക് ചെറിയ പാത്രമേ ഉള്ളൂ ഇത് വറുത്ത് കോരേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 തവണയായിട്ടാണ് ഇത് വറുത്ത് കോരുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ വേഗം നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ഞാൻ 2 തവണയായിട്ട് എല്ലാം ഇട്ടിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇതേ സമയം കൊണ്ട് നമുക്ക് മറ്റേ അടുപ്പിൽ നെയ്ച്ചോറിൻ്റെ അരി റെഡിയാക്കാൻ വെക്കാം. ഞാൻ ബസ്മതി റൈസ് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ടാണ് ഞാൻ വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ നമുക്ക് വേറെ ഒരു സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്ത് കോരിയ ആ എണ്ണയും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ആ 2 സവാള ചെറുതായി മുറിച്ച് കൊടുത്തത് ഇട്ട് കൊടുക്കാം. സവാള വഴറ്റി എടുക്കുന്നതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തേരം 2 ചെറിയ തക്കാളി എടുത്തിട്ട് മുറിച്ചിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് തയ്യാറാക്കി വെച്ച അതേ ചീനച്ചട്ടിയിൽ ഞാനൊരു 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്കിതുപോലെ വറുത്തെടുക്കാം. അതേസമയം നമ്മുടെ ഉള്ളി മറ്റേ അടുപ്പത്തുനിന്ന് വാടി വരുന്നുണ്ട്. നമ്മളെ മുട്ട നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് അധികം ചേർക്കണ്ട. കുരുമുളക് ചേർത്താൽ ഒരു കുത്തൽ പോലെ ചെറിയതായിട്ടുണ്ടാവും. നമുക്ക് വലിയവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ കുറച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട്. കുറച്ചൊരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മളെ ചോറും പാകമായിട്ടുണ്ട്. അപ്പോൾ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബസ്മതി റൈസ് ഉള്ളത് കൊണ്ട് അതെടുത്തു. അതിന് ശേഷം നമുക്ക് ഈ ചോറ് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. ഞാൻ വെച്ച പാത്രം കുറച്ച് ചെറുതായിപ്പോയതുകൊണ്ട് തന്നെ
പകുതി പകുതിയായിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് വറുത്ത് കോരി വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബിരിയാണിയോട് ഏകദേശം കടപിടിക്കുന്ന ഒരു ഡിഷായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. പൊട്ടറ്റോ എഗ് റൈസ് എന്ന് പേരിടാം നമുക്ക്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇന്ന് മല്ലിയില ഇല്ല. ഇത് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മല്ലിയിലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. രാവിലെ സ്കൂളിലേക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. സാധനങ്ങളൊക്കെ റെഡിയാക്കി ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റും. താങ്ക് യു.